ഇപ്പോൾ കമ്മീഷണറുണ്ട് ശ്രീ കെ കാർത്തിക് ഉണ്ട്. ശ്രീ കെ കാർത്തിക്, ഗുഡ് മോർണിംഗ് കെ കാർത്തിക്. ഇപ്പോൾ മണിയമ്പിള്ള രാജുവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സംശയമുള്ളത് ഇപ്പോഴും ഇടിച്ച വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വൈദ്യപരിശോധനയ്ക്ക് ഹാജരാകാൻ ഇപ്പോൾ 12 മണിക്കൂർ വൈകിയിരിക്കുന്നു. ഇത് പോലീസിന്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച വന്നിട്ടുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാം. ഞാനിപ്പോൾ ACP യോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഡയറക്ഷൻ കൊടുത്ത് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അന്വേഷിക്കാനായിട്ട് അപകടം എങ്ങനെ സംഭവിച്ച് എന്താണ് ആ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് അന്വേഷണം നടത്തിയിട്ട് നടപടി സ്വീകരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യം പിന്നെ നോക്കാം, അന്വേഷിച്ചിട്ട് വിശദമായിട്ടുള്ള വിവരങ്ങൾ. ശ്രീ കാർത്തിക്, ഒരു സംശയം ചോദിച്ചു, നിയമപരമായ ഒരു സംശയമാണ്. ഇത്തരത്തിൽ അപകടം നടത്തി സ്ഥലത്ത് വാഹനം നിർത്താതെ ഓടിച്ചു പോയാൽ അതൊരു ഗുരുതരമായ വയലേഷൻ അല്ലേ? അത് പരിശോധിക്കാം. ഞാൻ പറഞ്ഞല്ലേ, ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ മുഴുവൻ എല്ലാ വശങ്ങളും കൃത്യമായിട്ട് പരിശോധിക്കാനായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് ഒരു ഈ കേസുമായി ബന്ധപ്പെട്ടല്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ അപകടത്തിൽ വാഹനം പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ നാളെ രാവിലെ ഞാൻ ഹാജരാകാമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നമുക്കത് കാത്തിരിക്കാൻ കഴിയുമോ? വൈദ്യപരിശോധന നടത്തണ്ടേ? ഞാൻ അതാണ് പറഞ്ഞത്. അതിൻ്റെ നിയമവശങ്ങൾ, അതായത് യാറ് മുകളിലെ തെറ്റാണ്, യാറ് എന്ത് ചെയ്തെന്ന് പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ചിട്ട് കൊടുക്കട്ടെ. തെറ്റ് ആരാണ് ചെയ്തത്, വയലേഷൻസ് എന്താണെന്ന്. അതൊക്കെ മുൻപ് ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ലല്ലോ, എനിക്ക് റിപ്പോർട്ട് വരാതെ. ശരി, താങ്ക് യു ശ്രീ കാർത്തിക്. താങ്ക് യു. ശ്രീ കാർത്തിക് ആണ്, കമ്മീഷണറാണ് നമുക്കൊപ്പം പ്രതികരിച്ചത്. അപ്പോൾ പരിശോധിക്കും എന്നാണ് ഇപ്പോൾ കമ്മീഷണർ കൂടി ഇപ്പോൾ പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് ഏറെക്കുറെ. TV പ്രസാദ് നമ്മൾ പുറത്തുവിട്ട വാർത്ത അത് മണിയമ്പിള്ള രാജുവാണെന്ന് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഇപ്പോഴും മണിയമ്പിള്ള രാജുവിൻ്റെ ഓടിച്ച ആ കാർ, വോൾവോ കാർ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ ആയിട്ടില്ല എന്നുള്ളതാണ്. അഥവാ മണിയമ്പിള്ള രാജുവിനോട് ആ കാർ കൊണ്ടുവരാൻ പറയാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ?